ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആരോപണം വന്നിരിക്കുന്നത് ഈ പ്ലാൻ ഫണ്ടിൽ 55% മാത്രം എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി പറയുന്നത് എങ്ങനെ വിശ്വസിക്കണം എന്നാണ്. 55% ഉള്ളൂ, ഇനി 2 മാസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയത് അയഥാർത്ഥമായ വാഗ്ദാനങ്ങളാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം. കഴിഞ്ഞ പ്രാവശ്യം 105% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചിലവാക്കിയത്. 90%-അടുത്താണെന്ന് തോന്നുന്നു പൊതുവായിട്ടുള്ള 85-90. ഏകദേശം കേരളത്തിലെ ശരാശരി നമ്മൾ ചെയ്യുന്നതിനേക്കാളും മോശമല്ലാതെ അല്പം കൂടുതലാണ് ചിലവാക്കിയത്. ഇപ്രാവശ്യം ഏകദേശം അതിലേക്ക് എത്താൻ പറ്റും. എന്നാൽ ഏറ്റവും കൂടുതൽ ഡ്രാസ്റ്റിക്കായിട്ടുള്ള കട്ട് നമ്മുടെ സമ്പത്തിന് വന്നേക്കുന്ന ഈ സമയത്ത് എന്നിട്ട് തന്നെ ഇത്രയും ചിലവാക്കാൻ പറ്റിയെന്നുള്ളത് അതിനോട് കമ്മിറ്റഡ് ആയിട്ടാണ്. പിന്നെ പ്രതിപക്ഷ നേതാവ് വിശ്വസനീയമായ ബഡ്ജറ്റാണ് എന്ന് പ്രതിപക്ഷ നേതാവിന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം കുഴപ്പമാണെന്ന് പറയുക എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്നാണ് പ്രതിപക്ഷം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ. എന്നാൽ ഈ വിശ്വസനീയമായ ഒരു ഗവൺമെൻറ്റാണ്, വിശ്വസനീയമായ രീതികളാണ് ഗവൺമെൻറ്റിനുള്ളത് എന്നുള്ളത് വിലയിരുത്തേണ്ട ആളുകളാരാ? ടെക്നിക്കലാണെങ്കിൽ ഇപ്പം നീതി ആയോഗോ പണ്ട് പ്ലാനിംഗ് കമ്മീഷനോ ഇതുപോലൊക്കെയുള്ള ആളുകളും നാഷണൽ ലോ സംസ്ഥാനത്തെ ഇൻഡിപെൻഡൻറ്റ് ഏജൻസീസാണ്. അവരെല്ലാം പറയുന്നു 24 ഇനത്തിൽ നീതി ആയോഗിൻ്റെ സ്റ്റഡീസിൽ പറയുന്നു കേരളമാണ് ഒന്നാം സ്ഥാനം. എന്തൊക്കെ മേഖലകളിലാണ്. അപ്പോൾ വഞ്ചിക്കുന്നതാണ്, ആരും വിശ്വസിക്കത്തില്ല എന്നെല്ലാം പറയുന്നത് സാമാന്യ രീതിയിൽ അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഈ ബജറ്റിൽ നിറയെ രാഷ്ട്രീയ വിമർശനങ്ങളാണ്. പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത്. അങ്ങനെ നടത്തുക വഴി ബഡ്ജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി എന്നൊരു ആരോപണവും പ്രതിപക്ഷത്തിൻ്റെതുണ്ട്. ശ്രീ KN ബാലഗോപാൽ, നിങ്ങളൊക്കെ പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയം, പ്രത്യേകിച്ചും കേരളത്തിലെ UDF-നെ എടുത്തു പറഞ്ഞ് എന്തോ ഒരു ആക്രമണം ഉണ്ടായേ. 1-2 ഭാഗത്ത് ഒരു പരാമർശം, പാസിംഗ് ബൈ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു കേരളത്തിന് കിട്ടുന്ന പണം വെട്ടിക്കുറയ്ക്കുന്നില്ല, കേരളത്തിന് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ കുറച്ചേ കേരളത്തിന് കിട്ടാൻ അർഹതയുള്ളൂ എന്ന് പറഞ്ഞവരും ഈ സഭയിലുണ്ട് സർ എന്ന് ഒരു കാര്യം. അത് ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ചായ കുടിക്കാൻ പോയപ്പം ഒരു മെമ്പർ പറഞ്ഞു, എന്നെപ്പറ്റി നിങ്ങൾ പറഞ്ഞേക്കുമല്ലോ മതി. ഞാൻ പറഞ്ഞു നിങ്ങളെപ്പറ്റിയാണ് അതിനാ ധരിച്ചത്, വേറെ ആളുകളുണ്ടല്ലോ അതുപോലെ എന്ന് അദ്ദേഹം തന്നെ പറയാം. എന്നെപ്പറ്റിയാണല്ലോ നിങ്ങൾ പറഞ്ഞതെന്ന്. അപ്പോൾ അദ്ദേഹം തന്നെ സംബന്ധിച്ച് കേരളത്തിന് വേണ്ടത്ര തരണ്ടെന്ന് പറഞ്ഞു എന്ന്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനൊരു പരാമർശം സാധാരണ ഒരു സംഭാഷണത്തിൽ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞെന്താ, ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഇന്ത്യയിലെ മറ്റ് കക്ഷികളൊക്കെ പറയുന്നു, കർണാടകത്തിലെയും മറ്റുമൊക്കെ. അതുപോലെ ആദ്യവും ഇതുപോലെ 1-2 ചെറിയ പരാമർശം നടത്തി. രാഷ്ട്രീയം, കടുത്ത രാഷ്ട്രീയം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലല്ല, അവരുടെ സമീപനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനകത്തെ രാഷ്ട്രീയം പറയാതെ ഒരു ബഡ്ജറ്റ് പറയാൻ പറ്റുമോ? അപ്പോൾ കേന്ദ്രത്തെ വിമർശിച്ചതിന് പ്രതിപക്ഷം തെറ്റിദ്ധരിച്ചുവെന്നാണോ? കേന്ദ്രത്തിനെ വിമർശിക്കാൻ പാടില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്.